കർണാടക ബംഗളൂരുവിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് യുവതിയെ ഭർത്താവ് വെടിവെച്ച് കൊന്നു. തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് ഭാര്യ ഭുവനേശ്വരിയെ കൊലപ്പെടുത്തിയത്. പ്രതി പോലീസിൽ കീഴടങ്ങി. 14 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചത്. ഡിവോഴ്സ് നോട്ടീസ് ഭർത്താവിന് അയച്ചു നൽകിയതിലെ വൈരാഗ്യത്തിലാണ് ജോലി കഴിഞ്ഞ് മടങ്ങി വരും വഴി ഭാര്യയെ ഒളിച്ചു നിന്ന് വെടിവെച്ചില്ലാതാക്കി. തമിഴ്നാട്ടിലെ സേലം സ്വദേശികളാണ് ഇരുവരും. 2011 വിവാഹിതരായി. യൂണിയൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ് കൊല്ലപ്പെട്ട ഭുവനേശ്വരി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ബാലമുരുകൻ കഴിഞ്ഞ 4 വർഷമായി തൊഴിൽ രഹിതനാണ്. ഭുവനേശ്വരിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം ബാലമുരുകനുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കങ്ങളും പതിവായി. ഇതോടെ ഭുവനേശ്വരി 2 മക്കളുമൊത്ത് രാജാജി നഗറിലേക്ക് താമസം മാറി. 1 വർഷമായി അകന്നു കഴിയുകയായിരുന്നു ഇരുവരും. ഒരാഴ്ച മുൻപ് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭുവനേശ്വരി ബാലമുരുകന് നോട്ടീസ് അയച്ചു. ഇതിൽ പ്രകോപിതനായ പ്രതി ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ഭുവനേശ്വരിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 4 തവണ വെടിവെച്ച് മരണം ഉറപ്പാക്കി. ബാലമുരുകൻ പിന്നീട് പോലീസിൽ കീഴടങ്ങി. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.